പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വന്നിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ബൈക്കുകളുടെ ഘോഷയാത്ര ഇവിടെ ഇല്ലെന്നുള്ള സത്യം. ഇതുപോലെ എൻ്റെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് ഫുഡും കൊണ്ട് പായുന്ന ബൈക്കുകാരാണ്. ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളാണ്. അത് രാത്രിയിലെയും പകലെയും അങ്ങനെ മധ്യാഹ്നത്തിലേക്കുള്ള ഫുഡുമായിട്ട് യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രയിൽ അങ്ങനെയുള്ള ഫുഡ് ഡെലിവേഴ്സിന് മാത്രമേ കിട്ടൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ബൈക്കുകളുടെ നല്ല നീണ്ട നിരയുണ്ടാകും. പക്ഷേ ഇവിടെ ഒരാളും പോകുന്നത് ബൈക്കിലല്ല, എല്ലാവരും തന്നെ കാറിലാണ് പോകുന്നത്. ശീതീകരിച്ച കാറുകളാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലാണ്. അത് വളരെ എനിക്ക് രസകരമായി തോന്നി. പക്ഷേ ഇവിടെയും ചിലപ്പോഴൊക്കെ ട്രാഫിക് ജാം ഇടാകാറുണ്ട്. അതാണ് അവിടുത്തെ പോലെ ഇവിടെ ഉണ്ട് ഇടയ്ക്കെന്നുള്ളതാണ് സത്യം. എങ്കിലും ആയിരക്കണക്കിന് വാഹനങ്ങൾ തിങ്ങി ഓടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഈ നോയമ്പ് തുറക്കാവുന്നതല്ല ഉള്ളൂ. 6:30 ആകുമ്പോഴത്തേനാണ്. അപ്പം അതുകൊണ്ട് വളരെ ആളുകൾ കുറവാണ്, തിരക്ക് കുറവാണ്. ആ കളർ കാണുന്ന ഒരു ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു മാളാണ്. അവിടെ വില കുറച്ച് സാധനങ്ങൾ കിട്ടും. $1 തൊട്ട് 20 ദിർഹംസ് വരെ ഉള്ള സാധനങ്ങൾ ഏതെടുത്താലും. നമ്മുടെ നാട്ടിൽ എടുത്ത് 1 മുതൽ 100 വരെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് ഷാർജ. ഷാർജയേക്കാൾ മനോഹരമാണ് ദുബായ്, അബുദാബി. ഏറ്റവും വലിയ എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ നിന്നുള്ള വെള്ളമാണ് കാണുന്നത്. മഴയുള്ള വെള്ളം ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഇതുവരെയും ആ വെള്ളം പോയിട്ടില്ലെന്നുള്ളതാണ്. ഷാർജയുടെ എൻഡാണ് കാണുന്നത്. ഈ പാലത്തിനപ്പുറത്ത് ഷാർജയുടെ ദുബായിലേക്കുള്ള പ്രവേശന കവാടമാണ്.